ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസ്. ബോഡി ബിൽഡിംഗ് സെന്ററിൽ മോഷണം നടത്തിയതിനാണ് കേസ്. വിലപ്പെട്ട രേഖകളും 10,000 രൂപയും മോഷ്ടിച്ചെന്നാണ് പരാതി. ജിൻഡോ ജിമ്മിൽ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി. പാലാരിവട്ടം പോലീസാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ജിൻഡോ ബിഗ് ബോസിലെ ഒരു താരമായിരുന്നു. ഇവൻ എന്നാ പൊട്ടനാ. ഞാനിത് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത്. എടോ, ഇന്ന് ഈ കുഞ്ഞ് കടകളിൽ വരെ CCTVയാണ്. അപ്പോൾ ഒരു ജിമ്മിൽ, അതും ഞാൻ ഈ ന്യൂസ് കംപ്ലീറ്റ് കേട്ടതനുസരിച്ച് എനിക്ക് മനസ്സിലായത് ജിൻഡോൻ്റെ ജിമ്മാണ്, ഇത് ലീസിന് കൊടുത്തതാണ്. അപ്പോൾ അവിടെ CCTV ഉണ്ട്. അത് ഏത് ആംഗിളിലാണ് എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും ഈ പൊന്നു ജിൻഡോനെ അറിയില്ലേ. ആ CCTV വെച്ച ആ സ്ഥലത്താണ് കള്ളനെ പോലെ കയറിയിരിക്കുന്നത്. ഇവൻ എന്നെ പൊട്ടനാ, സീരിയസ്ലി. ഞാനത് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത്. പൊതുവേ ജിൻഡോ ഈ മീഡിയയിൽ വന്ന് സംസാരിക്കുന്ന പല കാര്യങ്ങളും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് വിവരമില്ലായ്മയും അഹങ്കാരവും തലയ്ക്ക് പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത്. കഴിഞ്ഞ തവണത്തെ ഒരു ബിഗ് ബോസ് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു അർഹനായ ആൾ ആരാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി പറയുക, അതിൽ ഒന്നിനും എനിക്ക് വലിയ രീതിയിൽ തോന്നിയിട്ടില്ല. പിന്നെ എന്തേലും ഒന്നുണ്ടെങ്കിൽ അത് ജിൻഡോ മാത്രം. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഈവൻ സിജോൻ്റെ വീഡിയോയിൽ അങ്ങനെ സിജോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ട സാധനങ്ങളൊന്നും അല്ല ബിഗ് ബോസിൽ നടന്നേന്. അത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ കണ്ട സാധനം വെച്ചല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റൂ. ഞങ്ങൾ കണ്ട ക്യാമറ സ്പേസും ക്യാമറ ആംഗിളും നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളും നിങ്ങൾ ഒരാൾ ഒറ്റയ്ക്കിടുന്ന പരിപാടിയും ഇതൊക്കെ കണ്ട സമയത്ത് ജിൻഡോനെ തന്നെയാണ് തോന്നിയില്ല. പക്ഷെ ജിൻഡോ ആ ബിഗ് ബോസിൽ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഈ സാധനം വാങ്ങിയിട്ടുള്ളവൻ്റെ ഈ ഓവർ കളി കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ആ ബിഗ് ബോസ് വീട്ടിൽ കണ്ട ജിൻഡോ അല്ല ജിൻഡോ. പിന്നെ അങ്ങോട്ട് തുടങ്ങി. ഇന്ന് കല്യാണം കഴിച്ചു, നാളെ കഴിച്ചു, അമേരിക്കത്തെ കാമുകി, പിന്നെ ഏതോ പെണ്ണിൻ്റെ കൂടെ കെട്ടി നിൽക്കുന്നു, പിന്നെ അവൾ തേച്ചിട്ട് പോയി, അത് കഴിഞ്ഞ് പെൺവിഷയം, ഒരു പെണ്ണിൻ്റെ കേസ് വന്നു, പിന്നെ രണ്ടാമത്തോള് വന്നു, മൂന്നാമത്തോള് വന്നു, നാലാമത്തോള് വന്ന്, പിന്നെ സീക്രട്ട് ഏജന്റിനെ തെറി വിളിക്കുന്നു, സിജോനെ തെറി വിളിക്കുന്നു, സിജോ വീഡിയോ ഇടുന്നു, ഭാര്യ വീഡിയോ ഇടുന്നു. എൻ്റെ അമ്മോ, ജിൻഡോ പ്രളയമായിരുന്നു. അങ്ങനെ കഞ്ചാവ് വിഷയത്തെ പറ്റി പറഞ്ഞ സമയത്തൊക്കെ റിയാക്ട് ചെയ്തെങ്കിലും പെൺവിഷയത്തെ പറ്റി ജിൻഡോ റിയാക്ട് ചെയ്യുന്ന ഭാഗങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ജിൻഡോയ്ക്ക് ജാമ്യം കിട്ടിയെന്നൊക്കെ കേട്ടു. അങ്ങനെ ജിൻഡോയൊക്കെ വിട്ടു. ഇപ്പം ബിഗ് ബോസ് സീസൺ 7 നമ്മളുടെ സ്വന്തം വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സീസൺ 6 ജിൻഡോ വീണ്ടും ഒരു കള്ളത്തരൊപ്പിച്ച് വന്നത്. ഇപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഓൻ്റെ ജിമ്മിൻ്റെ ഉള്ളിൽ തന്നെ കയറി CCTV പിടിച്ച് സംഭവം അങ്ങനെ ലീക്കായിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാണും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലടക്കം ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി കൂടിയാണ്. അപ്പോൾ ജിൻഡോ ഒരു ജിമ്മിൽ മോഷണം നടത്തിയെന്ന പരാതിയാണ് ഉള്ളത്. ആ ദൃശ്യങ്ങൾ CCTVയിൽ കാണുന്നത് ജിൻഡോ ഒരു രാത്രി വാതിൽ തുറന്ന് കയറുന്നതാണ്. ചില രേഖകളും 10,000 രൂപയും ജിൻഡോ കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നത്. അപ്പോൾ അല്ല, അപ്പം ഇവനൊന്നും കിട്ടുന്നില്ലേ? ബിഗ് ബോസിന് ഇറങ്ങിയിട്ട് ഇവനൊന്നും കിട്ടിയില്ലേ? 10,000 രൂപ അടിച്ചു മാറ്റി. അതെന്തിനാണാവോ? ബാക്കി കാണാം. എന്തായാലും കാണാൻ നല്ല രസമുണ്ട് അല്ലേ? ഈ മോഷ്ടാവിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ഫേമസ് ആയ മോഷ്ടാവ് എങ്ങനെ ഉണ്ടാവും എന്ന് കാണാമല്ലോ. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അശ്വിൻ വല്ലത്താണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ചേരുന്നത്. ഇപ്പോൾ പുറത്തൊരാരോ ഒരാൾ നിൽക്കുന്നു എന്ന് കൂടി സംശയമുണ്ട്. അതിന്റെ മിറർ അല്ല, ഞാൻ അതാട്ടോ നോക്കിയ പുറത്ത് ഏതോ ഒരാളുണ്ട്. ആ ആൾക്കും എന്തായാലും ജിൻഡോനെ പോലെ വിവരമില്ലാത്തവനാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇവൻ്റെ കൂടെ ഈ പരിപാടിക്ക് വരുമോ? എന്താ ചെയ്യുന്നേ നോക്കട്ടെ. എന്നിട്ട് ബാക്കി നമുക്ക് മോഷണത്തിലൂടെ വരുന്നതിന് മുമ്പ് എന്താ ഇവിടെ കളിക്കുന്നേ നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളത്തെ പീസൊക്കെ കിട്ടാനിപ്പോൾ എന്താ ചെയ്യുക? ജിൻഡോ തന്നെയാണ്. അശ്വിൻ, എന്താണ് സംഭവം? ഈ 10,000 രൂപയൊക്കെ ഒരു താരം ഒരു ജിമ്മിൽ കയറി മോഷ്ടിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ഈ കേസിന്റെ ആധികാരികത? റിപ്പോർട്ടർ എന്നെ ന്യൂസ് വായിക്കുന്ന ആൾ എന്നെ ചോദിക്കുക 10,000 രൂപ ഒരു താരം കയറി എടുക്കാനുണ്ടായെന്ന് അവൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ 10,000 ഉറുപ്പ്യം കൊണ്ട് എന്താ ചെയ്തത്? എന്തിനാണ് ഈ 10,000 എടുത്തത്? സംഭവം ഇത് കയറാനുള്ളൊരു കാരണം ആ ലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഗ്രിമെൻ്റ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് കയറിയത്. അതാണ് സംഭവം. ഈ 10,000 എന്തിനെടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു പൈസയും കൊടുക്കാത്ത ഒരു ഷോയാണ് എന്നാണ് ജിൻഡോ ഇവിടെ കാണിക്കുന്നത്. ബിഗ് ബോസിൽ നിന്ന് എന്തോ 50 ലക്ഷം രൂപയൊക്കെ കിട്ടിയെന്നാണ് പറഞ്ഞത്. ഈ 50 ലക്ഷം വരെ എന്ത് ചെയ്തു നോക്കണം. ഇതിൻ്റെ കൂടെ ഈ കഞ്ചാവ് ബിസിനസ് ജിൻഡോയിലുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പെൺവാണിഭ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെ പൈസ ഉണ്ടായിട്ടും ഇതൊക്കെ എന്തായാലും ബാക്കി ഇരുന്ന് കാണാം.
അനൂപ്, വെണ്ണലയിലുള്ള ബോഡി ക്രാഫ്റ്റ് ബോഡി ബിൽഡേഴ്സ് എന്ന ജിംനേഷ്യം, അത് ജിൻഡോയുടെ തന്നെ ജിംനേഷ്യമാണ്. ഒരു വർഷം മുൻപാണ് ജിൻഡോ ഇത് ലീസിന് നൽകുന്നത്. ഇത് ലീസിന് നൽകിയതിന് ശേഷം ഈ ജിം ഉടമയുമായി ജിൻഡോയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ജിം നടത്തിപ്പുകാരി ജിൻഡോയ്ക്കെതിരെ ഒരു പീഡന പരാതി നൽകിയിരുന്നു. ജിൻഡോ ഇവരെ ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ള തരത്തിലൊരു പീഡന പരാതി നൽകിയിരുന്നു. അതിൽ കഴിഞ്ഞ ദിവസമാണ് ജിൻഡോയ്ക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത്. ഇന്നലെ പുലർച്ചെയാണ് ജിൻഡോ ഈ ജിമ്മിൽ ഡ്യൂപ്ലിക്കേറ്റ് കീയിട്ട് ഈ ജിമ്മിൽ കയറുന്നത്. ഇന്നലെ പുലർച്ചെ CCTV സ്റ്റാമ്പിങ്ങിൽ കാണാം. 18-ാം തീയതി പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ജിമ്മിൽ കയറുന്നത്. ജിമ്മിൽ കയറിയ ശേഷം ജിൻഡോ അവിടെ നിന്ന് ചില വിലപിടിച്ച രേഖകളും ജിം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില രേഖകളും 10,000-ത്തിലധികം രൂപയും മോഷ്ടിച്ചു എന്നുള്ളതാണ് പരാതി. പലരും അപ്പം ഇതിലിപ്പോ ജിൻഡോയില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താ അറിയോ, ജിൻഡോനെ ഒന്ന് പിടിച്ചു കൊണ്ടുപോയി നിങ്ങൾ നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക, അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക. ജിൻഡോന് എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു. മെന്റലി ആള് ഒട്ടും സ്റ്റേബിൾ അല്ല. മെന്റലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യൂല. ഇമാതിരി ഒരു സോഷ്യൽ മീഡിയയിൽ ഫെയിമുള്ള അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രാത്രി 1:15 കയറി മോഷ്ടിക്കുന്നത്. അതും ആ പുള്ളിക്കാരന്റെ ജിമ്മ്. അവിടെ CCTV ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. ആൻഡ് അവിടുത്തെ ആൾക്കാരുമായിട്ടാണ് ഇവൻ തെറ്റിയിട്ടുള്ളത്. ആ ലീസിന് കൊടുത്തിട്ടുള്ള വ്യക്തിയുടെ ഭാര്യയാണ് ഈ ജിൻഡോക്കെതിരെ ഓൾറെഡി ഈ എന്തോ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു കേസ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ജിൻഡോ ആ പരിസരത്ത് വന്നാലും ഇവർ ഡെഫിനറ്റ്ലി ഇതൊരു കേസാക്കുന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബോധം വേണം. ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഇതിന്റെ ഈ ഇനി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കോംപ്ലിക്കേഷനെ കുറിച്ച് ഒന്നും ചിന്തിക്കാണ്ട് ഇങ്ങനെ മണ്ടത്തരം കാണിച്ച് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ജിൻഡോ നീഡ് എ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ്. കാരണം മെന്റലി തീരെ സ്റ്റേബിൾ അല്ലാത്തൊരു മാനസിക രോഗി അവസ്ഥയിലോട്ട് ജിൻഡോ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ ന്യൂസ് കണ്ട സമയത്ത് ഞാൻ ഇതാ നോക്കുന്നത്, ഇത് ജിൻഡോ തന്നെയാണോ, എങ്ങനെ ഇവനിത് ചെയ്യാൻ തോന്നി. ഇയാൾ ഏറ്റവും ഞെട്ടി 10,000 റുപ്യേന്റെ കാര്യം. വട്ടം പോലീസിലാണ് ജിം നടത്തിപ്പുകാരി ഈ പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ CCTV ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് കയറിയ ജിൻഡോ അവിടെയുള്ള CCTV ക്യാമറ നശിപ്പിച്ചു എന്നും പരാതിയുണ്ട്. ജിമ്മിനകത്ത് കയറിയ ജിൻഡോ അതാണ് അടുത്ത മണ്ടത്തരം. ക്യാമറ നശിപ്പിച്ചു. എന്തുകൊണ്ട് ഈ ക്യാമറ നശിപ്പിച്ചില്ല? അപ്പൊ ആ മൂലക്കുള്ള ക്യാമറ പോലും ജിൻഡോന് അറിയില്ല. ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഒക്കെ ഉള്ള വാർത്തയാണ്. ഇത് ഫുള്ളൊന്നും ഞാൻ കേൾക്കില്ല. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, അല്ലെ വീഡിയോ എടുക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും. ഇതൊന്നും മുഴുവൻ കേൾക്കാനുള്ള ഒരു ത്രാണി എനിക്ക് പേഴ്സണലി ഇല്ല. കാരണം ഞാനും ഒന്നില്ലെങ്കിലും ജിൻഡോ ജയിക്കണം എന്ന് ചെറുതായിട്ട് ആഗ്രഹിച്ച ഒരു ബിഗ് ബോസ് സീസൺ 6 വ്യൂവർ ആയിരുന്നു. ഇപ്പൊ എനിക്ക് തന്നെ കുറ്റബോധം തോന്നുകയാണ്, ഇങ്ങനെ ഒരാളെയാണല്ലോ ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അമ്മാതിരി രീതിയിലുള്ള സ്ട്രാറ്റജികളായിരുന്നു ജിൻഡോ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് കാണിച്ചത്. അപ്പൊ തനി നിറം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ സിജോസ് വീഡിയോ. സീരിയസ്ലി സിജോന് വീഡിയോ ഇട്ടോന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഐ എം വെയിറ്റിംഗ് ഫോർ സിജോസ് വീഡിയോ. കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം കാര്യങ്ങൾ ചിലപ്പോൾ സിജോ പറയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എവിടെ ജിൻഡോയ്ക്ക് ഒരു കുത്തു കൊടുക്കാം അവിടെ സിജോ പ്രസന്റ് ആയിരിക്കും എന്നൊരു രീതിയിലാണല്ലോ ഇപ്പൊ ആംഗിൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇത് വലിയൊരു മണ്ടത്തരായി പോയിട്ടുണ്ട്, വലിയൊരു ബ്ലണ്ടറായി പോയിട്ടുണ്ട്. ഇനിയെങ്കിലും ഇമാതിരി പരിപാടി ചെയ്യാണ്ട് നിൽക്കുക. ആൻഡ് ഈ ചെയ്തതിന് എന്തായാലും കിട്ടാണ്ട് നിൽക്കില്ല. പിന്നെ നമ്മളുടെ സ്വന്തം കേരള സർക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം ഒരു പെണ്ണിന്റെ അടുത്ത് മോശമായി പെരുമാറി 2-3 പെണ്ണുങ്ങൾ ഓൾറെഡി കേസ് കൊടുത്തു. സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ വന്നു, ഡ്രഗ് റിലേറ്റഡ് ഇഷ്യൂസ് വന്നു. ഇങ്ങനത്തെ എന്തൊക്കെ സാധനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ജിൻഡോ വളരെ പുഷ്പം പോലെ അതിൽ വലിയ അടിപടി നടക്കുന്നുണ്ട്. ഇത് കേട്ടാലും പോലീസുകാർ ചിലപ്പോൾ പറയും ജിമ്മ് തുറന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി 1:15 ജിൻഡോ വന്ന് നോക്കിയതാന്ന് പറയാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം.